ടാലി പ്രൈമിലെ ഏറ്റവും പുതിയ വേർഷനാണ് ടാലി പ്രൈമിൻ്റെ 6 വേർഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. 6 റിലീസാണ് പറയാൻ പോകുന്നത്. 6 റിലീസിൽ നമ്മൾ ജി എസ് ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ജി എസ് ടിയുടെ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം? ടാലി പ്രൈമിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ റിലീസ് 6 ആണ്. ആ റിലീസ് 6ൽ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് കമ്പനി എടുക്കുന്നു. കമ്പനി ക്രിയേഷനൊക്കെ മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പേര് കൊടുക്കുന്നു. കമ്പനിയുടെ പേര് കൊടുത്തു. ഇനി ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ സ്റ്റേറ്റ് നിർബന്ധമായും കൊടുക്കുന്നു. സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഞാൻ കേരള എന്ന് കൊടുത്തു. കമ്പനിയുടെ സ്റ്റേറ്റ് കേരളയാണ്. ഇനി സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ ഫീച്ചേഴ്സ് വരും. ഫീച്ചേഴ്സിൽ ഇവിടെ വലത് ഭാഗത്ത് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജി എസ് ടി, എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇത് എസ് ആക്കണം. ഇത് ഓൾറെഡി എസ് ആണ്, എങ്കിലും ഒന്ന് എൻ്റർ അടിച്ച് പോവുക, മുന്നോട്ട് പോവുക. ഇവിടെ സ്റ്റേറ്റ് കേരള, റെഗുലർ രജിസ്ട്രേഷൻ ആണ് ചോദിക്കുന്നത്. കോമ്പോസിഷൻ ഉണ്ട്, റെഗുലർ സെസ് ഉണ്ട്. നമ്മൾ റെഗുലറിന് കൊടുത്തു. പിന്നെ ഇവിടെയാണ് നമ്മൾ ജി എസ് ടിയുടെ നമ്പർ കൊടുക്കുക. ജി എസ് ടി രജിസ്റ്റർ നമ്പർ, നമ്മൾ ഇവിടെ ജി എസ് ടിയുടെ രജിസ്റ്റർ നമ്പർ കേരളത്തിൻ്റെ നമ്പർ ആണെങ്കിൽ 32ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് കേരളത്തിൻ്റെ കോഡാണ് 32. പിന്നെ ഇവിടെ നമ്പറുകൾ ഉണ്ടാവും. ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്തത് കാരണം നമ്മൾ കൊടുക്കുന്നില്ല. ഓരോ സ്ഥാപനങ്ങൾക്കും അവർക്ക് അവരുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ടാക്സ് അടക്കുന്ന മന്ത്ലി ആണെങ്കിൽ മന്ത്ലി എന്ന് കൊടുക്കുകയും, ക്വാർട്ടർലി 3 മാസം കൂടുന്ന സമയത്താണ് ടാക്സ് അടക്കുന്നതെങ്കിൽ ക്വാർട്ടർലി എന്ന് കൊടുക്കണം. മാസമാണെങ്കിൽ മന്ത്ലി എന്ന് കൊടുക്കുന്നു. പിന്നെ സെസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ യൂസർ നെയിം വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് മോഡ് ഓഫ് ഫയലിംഗ്, നമ്മൾ ഇ വി സി എന്നൊക്കെ ഉണ്ട്. ഇ വി സി ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡാണ്. അത് ജി എസ് ടി ഫയൽ ചെയ്യുന്ന സമയത്ത് ഏതാണ് വേണ്ടത്? ഡിജിറ്റൽ സിഗ്നേച്ചറാണ് ഒന്ന്. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം. ഇ വി സി എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഡി എസ് സി എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, നേരെ സേവ് ചെയ്യാണ്. അപ്പോൾ കമ്പനി ഉണ്ടാക്കിയ ഉടൻ തന്നെ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യണം. സേവ് ചെയ്യുന്നു. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ക്രിയേഷൻ ആണ്. പ്രൊഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. പ്രൊഡക്റ്റ് ക്രിയേഷൻ്റെ വീഡിയോ ഇതിലുണ്ട്, മുമ്പത്തെ ക്ലാസ്സുകളുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി പറയാൻ പോകണേ. ഗേറ്റ് വേ ഓഫ് ടാലി, ക്രിയേറ്റ് എടുത്തിട്ട് സ്റ്റോക്ക് ഐറ്റം, ഇവിടെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ അണ്ടർ കാറ്റഗറി കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. യൂണിറ്റ്, മെഷർമെൻറ്റ് യൂണിറ്റ് കൊടുക്കുന്നു. നമ്പേഴ്സിന് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്സ് എസ് ആക്കിയിട്ട് ഇവിടെ പർച്ചേസ് പ്രൈസ് കൊടുത്തു. ഇവിടെ സെല്ലിംഗ് പ്രൈസ് കൊടുത്തു. ഇവിടെ ജി എസ് ടി അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ഇത് എച്ച് എസ് എൻ കോഡൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ്, ഞാൻ പറയുന്നില്ല. നേരെ ഇങ്ങോട്ട് വന്നിട്ട് ജി എസ് ടി സ്പെസിഫൈ ഹിയർ എന്ന് കൊടുക്കുക. സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ എന്ന് കൊടുക്കുന്നു. ടാക്സബിൾ, ഇവിടെയാണ് ശതമാനം ടൈപ്പ് ചെയ്യുക. 12% 12% എന്ന് പറയുന്നു, കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. അതായത് ഈ ടി വി എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എത്രയാണ്? 12. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ, ടാക്സബിൾ 12%. എത്ര ശതമാനമാണോ അത് കൊടുക്കുക. സേവ് ചെയ്യുന്നു. ഇനി അത് കണ്ട് ടാക്സ് ലെഡ്ജർ ഉണ്ടാക്കണം. സി ജി എസ് ടി ഒന്ന് ഉണ്ടാക്കേണ്ടത് CGST ആണ്. CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST, സി ആയതുകൊണ്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയതുകൊണ്ട് ഇവിടെ CGST കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇനി അടുത്തത് ഉണ്ടാക്കേണ്ടത് SGST സ്റ്റേറ്റ് ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST, ഇവിടെ SGST കൊടുക്കുക. SGST കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇനി IGST ഉണ്ട്. IGST ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST IGST കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണ്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത് F9 ചെയ്യുക. F9 പർച്ചേസിൽ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കേരളത്തിലാണ് നമ്മളെ കമ്പനി. നമ്മൾ കേരളത്തിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുകയാണ്.
കേരളത്തിൽ നിന്ന് വാങ്ങിയിട്ട് കേരളത്തിൽ തന്നെ അത് വിൽക്കുന്ന ഒരു ട്രാൻസാക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇവിടെ ബിൽ നമ്പർ, ഇവിടെ എവിടെ നിന്നാണ് വാങ്ങുന്നത് അവരുടെ പേര്, സൺട്രി ക്രെഡിറ്റർ ആണത്, ക്രെഡിറ്ററെ പേര് കൊടുക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് കേരള എന്ന് വന്നിട്ടുണ്ട്, ഇവർ കേരളത്തിലുള്ള കമ്പനിയാണ്, അപ്പോൾ കേരള എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ പർച്ചേസ് ലെഡ്ജർ കൊടുക്കുന്നു. പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ജി എസ് ടി അപ്ലിക്കബിലിറ്റി എന്നുണ്ട്, അത് അപ്ലിക്കബിൾ എന്ന് കൊടുക്കണം. പിന്നെ എൻ്റർ അടിച്ച് പോയിട്ട് ഇവിടെ ഇത് സേവ് ചെയ്താൽ മതി, നേരെ സേവ് ചെയ്താൽ മതി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, നേരെ സേവ് ചെയ്യുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്രെഡിറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് നമ്മൾ കമ്പനി കേരളത്തിലാണ്, നമ്മൾ വാങ്ങുന്നതും കേരളത്തിൽ നിന്നാണ്, അതുകൊണ്ട് കേരള എന്ന് കൊടുക്കുന്നു. പിന്നെ ഈ കമ്പനിയുടെ ജി എസ് ടി നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ, ജി എസ് ടി ഐ എൻ യു ഐ എന്നൊക്കെ ഉണ്ട്. ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനുള്ളതാണ് ആ കമ്പനിയുടെ. അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് എൽ ജി എന്ന കമ്പനിയിൽ നിന്നാണ്, അവരുടെ ജി എസ് ടി നമ്പർ കൊടുക്കാനുള്ളതാണ്. സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ഐറ്റം, പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു, നെയിം ഓഫ് ഐറ്റം. അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റി കൊടുക്കുന്നു, ടോട്ടൽ എമൗണ്ട് അവിടെ വരും. ഇനി നമ്മൾ താഴോട്ടൊന്ന് എൻ്റർ അടിച്ചിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ 2 ടാക്സ് കൊടുക്കണം. നമ്മൾ കേരളത്തിൽ നിന്ന് വാങ്ങുകയാണ്, അപ്പോൾ സി ജി എസ് ടി കൊടുക്കണം, അതോടൊപ്പം തന്നെ എസ് ജി എസ് ടിയും കൊടുക്കണം. സി ജി എസ് ടിയും എസ് ജി എസ് ടിയും കൊടുക്കണം. സേവ് ചെയ്യുന്നു. ഇതാണ് പർച്ചേസ്. ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് കേരളത്തിൽ തന്നെ വിൽക്കുകയാണെങ്കിൽ F8, വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന, സെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ F8 ആണ്, സെയിൽസ്. ഇവിടെ നമ്മൾ കസ്റ്റമർ പേര് കൊടുക്കുന്നു, കസ്റ്റമർ സൺട്രി ഡെപ്റ്റർ ആണ്. ഇതിലും സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ് നമ്മൾ കേരള എന്ന് കൊടുത്തു. നമ്മൾ കേരളത്തിൽ തന്നെയാണ് വിൽക്കുന്നത്, അതുകൊണ്ട് കേരള എന്ന് കൊടുത്തു. ഇവരുടെ ജി എസ് ടി നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ജി എസ് ടി ഐ എൻ യു ഐ എൻ ഉണ്ട്, അവിടെ ജി എസ് ടി രജിസ്റ്റർ നമ്പർ കൊടുക്കാനുള്ളതാണ്. ഈ കസ്റ്റമറുടെ നമ്പർ കൊടുക്കാനുള്ള, നമ്പർ ഇല്ലെങ്കിൽ കൊടുക്കേണ്ട, സേവ് ചെയ്യുന്നു. ഇനി ഇവിടെ സെയിൽസ് ആൻഡ് ലെഡ്ജർ കൊടുക്കണം. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജി എസ് ടി അപ്ലിക്കബിലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്, അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ബാക്കി നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്താൽ മതി. ഈ നെയിം ഓഫ് ഐറ്റം, പ്രോഡക്റ്റിൻ്റെ പേര്, ക്വാണ്ടിറ്റി, വിൽക്കുന്ന ക്വാണ്ടിറ്റി, സേവ് ചെയ്യുന്നു. താഴോട്ട് ഇറങ്ങിയിട്ട് 2 ടാക്സ് കൊടുക്കണം, സി ജി എസ് ടിയും കൊടുക്കണം, എസ് ജി എസ് ടിയും കൊടുക്കണം. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ടാക്സ് സി ജി എസ് ടിയും എസ് ജി എസ് ടിയുമാണ്. സേവ് ചെയ്യുന്നു. പിന്നെ ഇത് ഇ വേ ബില്ലാണ്. ഇ വേ ബിൽ നമ്പർ കൊടുക്കാനുള്ള, ഡേറ്റ്, അതുപോലെ ഡെസ്പാച്ച് ഫ്രം, എവിടുന്നാണ് വിൽക്കുന്നത്, എവിടേക്കാണ് ഷിപ്പ് ടു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ സേവ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു, എൻ്റെ സേവ് ചെയ്യുന്നു. ഇതാണ് പർച്ചേസും സെയിൽസും. അതായത് കേരളത്തിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നു, കേരളത്തിൽ തന്നെ വിൽക്കുന്നു, അപ്പോൾ കൊടുക്കേണ്ട ടാക്സ് സി ജി എസ് ടിയും എസ് ജി എസ് ടിയുമാണ്. സേവ് ചെയ്യുന്നു. ഇത് റിട്ടേൺസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഞാൻ പർച്ചേസ് റിട്ടേൺ ചെയ്യാൻ പോവാണ്, അതർ വൗച്ചർ എടുത്തു. പർച്ചേസ് റിട്ടേൺ നമ്മൾ ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടിലാണ്. നമ്മൾ എൽ ജി എന്ന കമ്പനിയിൽ നിന്നാണ് വാങ്ങിയത്, അപ്പോൾ എൽ ജി കൊടുത്തു, എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പർച്ചേസ് റിട്ടേൺ കൊടുക്കുന്നു, പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ് അക്കൗണ്ട്, സേവ് ചെയ്യുന്നു. പ്രോഡക്റ്റിൻ്റെ പേര്, ക്വാണ്ടിറ്റി, താഴോട്ടെന്ന് ഇറങ്ങിയിട്ട് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും കൊടുക്കണം, സേവ് ചെയ്യുന്നു. ഇനി സെയിൽസ് റിട്ടേൺ വരുന്ന സമയത്ത് F10 അതർ വൗച്ചേഴ്സ് എന്ന് പറയും. F10 അതർ വൗച്ചേഴ്സ്, ക്രെഡിറ്റ് നോട്ടിലാണ് സെയിൽസ് റിട്ടേൺ ചെയ്യുക. ക്രെഡിറ്റ് നോട്ട്, ഇവിടെ നമ്മളെ കസ്റ്റമറുടെ പേര്, ഇവിടെ സെയിൽസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ അണ്ടർ സെയിൽസ് അക്കൗണ്ട്, സേവ് ചെയ്യുന്നു. പ്രോഡക്റ്റിൻ്റെ പേര്, ക്വാണ്ടിറ്റി, സേവ് ചെയ്യുന്നു. താഴോട്ട് ഇറങ്ങിയിട്ട് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി
അതർ സ്റ്റേറ്റ് ആണെങ്കിൽ, അത് പ്രൊഡക്റ്റ് വാങ്ങുന്നതും വിൽക്കുന്നതും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യണം, അതർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇപ്പം നമ്മളിവിടെ ആളുടെ പേര് കൊടുത്തു, കമ്പനിയുടെ പേര് കൊടുത്തു, സൺട്രി ക്രെഡിറ്റർ ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ സ്റ്റേറ്റ് മാറ്റി കൊടുക്കണം. സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കർണാടകയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നമ്മളെ കമ്പനി കേരളത്തിലാണ്, നമ്മൾ വാങ്ങുന്നത് കർണാടകയിൽ നിന്നാണ്. അപ്പോൾ കർണാടക എന്ന് കൊടുത്തു, സേവ് ചെയ്തു. അതർ സ്റ്റേറ്റ് ആകുന്ന സമയത്ത് ടാക്സ് മാറും. CGSTയും SGSTയും അല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുത്തു, ക്വാണ്ടിറ്റി കൊടുത്തു, താഴോട്ട് ഇറങ്ങിയിട്ട് IGST ആണ് കൊടുക്കേണ്ടത്. അതർ സ്റ്റേറ്റ് ആകുമ്പോൾ സമയത്ത് IGST കൊടുക്കണം, സേവ് ചെയ്യണം. അതോടൊപ്പം തന്നെ സെയിൽ ചെയ്യാൻ പോവാണ് F8. നമ്മൾ വിൽക്കുന്നത് അതർ സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് നമ്മളെ കമ്പനി കേരളത്തിലാണ്, നമ്മൾ വേറൊരു സ്റ്റേറ്റിലോട്ടാണ് വിൽക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പേര് കൊടുത്തു, കസ്റ്റമർ പേര് സൺട്രി ഡെപ്റ്റർ ആണ് കസ്റ്റമർ പേര്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് മാറ്റി കൊടുക്കണം. തമിഴ്നാട് എന്ന് കൊടുക്കാം. സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ് മാറ്റി കൊടുക്കണം, അതർ സ്റ്റേറ്റ് ആണ്. ഇനി ഇതേപോലെ സേവ് ചെയ്യുന്ന സമയത്ത് സെയിൽസ്, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേര്, ക്വാണ്ടിറ്റി, ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് IGST കൊടുക്കണം. അതർ സ്റ്റേറ്റ് പർച്ചേസും അതർ സ്റ്റേറ്റ് സെയിൽസ് ആണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ടാക്സ് IGST ആണ്. അതാണ് ഇമ്പോർട്ടൻ്റ്. എന്നാൽ സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ CGSTയും SGSTയും കൊടുക്കണം. സേവ് ചെയ്യണം. ഇതാണ് GST. ക്ലാസ് മനസ്സിലായി വിചാരിക്കണം. താങ്ക് യു.